ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണ് പ്രീ മാരിറ്റൽ ഹെൽത്ത് ചെക്കപ്പ്, എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നുള്ള വാക്ക് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. അതായത് വിവാഹത്തിന് മുൻപ് ബോയ് ആൻഡ് ഗേൾ രണ്ടുപേരും ഒരു കൗൺസിലിംഗ് സെഷൻ ഉണ്ട്. സാധാരണ പള്ളികളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർഗനൈസേഷൻസോ ആണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. ഈ സമയത്ത് രണ്ടുപേർക്കും പല എക്സ്പെർട്സും വന്നിട്ട് ക്ലാസ് എടുക്കുകയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണമെന്നും എന്തെല്ലാം പ്രതീക്ഷിക്കണമെന്നും എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കണമെന്നും ഒക്കെയുള്ള ഒരു സ്റ്റഡി ക്ലാസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു 2-3 ദിവസം ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാനും പരസ്പരം അറിയാനുമുള്ള ഒരു അവസരമാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. പക്ഷേ കൗൺസിലിംഗ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും, ഒരുപാട് പരസ്പരം മനസ്സിലാക്കാനായിട്ട് സഹായിക്കുമെങ്കിലും പല കാര്യങ്ങളും കൗൺസിലിംഗിൽ വിട്ടുപോകുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. കൗൺസിലിംഗ് തുടങ്ങിയിട്ടപ്പോൾ ഒരു ഏകദേശം കുറെ വർഷങ്ങളായെങ്കിലും ഒരു 10-25 വർഷം മുമ്പ് കൗൺസിലിംഗ് ഒരു വാക്ക് പോലും നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു. പ്രത്യേകിച്ച് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കേട്ടിട്ട് പോലുമില്ല. അപ്പോ ഈ കൗൺസിലിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ മിസ് ചെയ്തു പോകുന്ന ഒരുപാട് സംഗതികളുണ്ട്. കാരണം ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ ബോയ് ആൻഡ് ഗേൾ, ആൺകുട്ടിയും പെൺകുട്ടിയും അവരുടെ ഏറ്റവും പോസിറ്റീവ് സൈഡ് മാത്രമായിരിക്കും പ്രൊജക്ട് ചെയ്യുന്നത്. അവർക്ക് ഒരിക്കലും അവരുടെ എന്തെങ്കിലും ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടോ, പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ പ്രീ മാരിറ്റൽ ഹെൽത്ത് ചെക്കപ്പ് വിവാഹം കഴിഞ്ഞ ശേഷം ഏതെങ്കിലും രീതിയിലുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ്, സ്വഭാവ പ്രശ്നങ്ങൾ ഒക്കെ അത് കഴിയുമ്പോഴായിരിക്കും പല സമയത്തും പുറത്തു വരുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിള്, ഒരിക്കലൊരു അമ്മയും മോനും കൂടെ വന്നിരുന്നു പറഞ്ഞു, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, പക്ഷെ മോന് ഭയങ്കര കൂർക്കമലിയാണ്. ഞാൻ പറഞ്ഞു, കൂർക്കമലിയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഭയങ്കര കൂർക്കമലിയാണ്, നമുക്ക് അടുത്തങ്ങ് ആൾക്കൊന്നും കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഇത്രയും വലിയ കൂർക്കമലിയുള്ള നമ്മൾ ഒന്നിച്ച് രണ്ടുപേരും കൂടി എങ്ങനെ സാധിക്കും? അപ്പൊ ഈ കൂർക്കമലിയുടെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ അതെടുത്ത് ക്ലിയർ ചെയ്ത ശേഷം മാത്രം മതി ഇത് മുമ്പോട്ട് പോകാന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും അത് കാര്യമായിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മുൻപ് നമ്മളൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയില് കൂർക്കമലിയാണ് ഡിവോഴ്സിന്റെ നമ്പർ 3 റീസൺ. പണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ കണക്ക് നമുക്കറിയില്ല, പക്ഷെ അതൊരു വളരെയധികം ഗാർഹിക അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്, പ്രത്യേകിച്ച് അമിതമായിട്ടുള്ള വളരെ ശബ്ദത്തിലുള്ള കൂർക്കമലി. അപ്പൊ അതൊരു സിംഗിൾ റീസൺ മാത്രമാണ്. പിന്നെ പലതരത്തിലുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ് പലർക്കും കാണും. ചിലർക്ക് OCD ഉണ്ട്, അമിതമായിട്ടുള്ള വൃത്തി. അപ്പൊ മറ്റേ പങ്കാളിക്ക് ആ ഒരു രീതിയിലുള്ള ഒരു പാറ്റേൺ ഇല്ല എങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ്. പിന്നെ ചിലർക്ക് സ്പോർട്സിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ ആ ഒരു മാച്ചിങ് ഇല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമുള്ള സംഗതികളുണ്ട്. പിന്നെ ചില വ്യക്തികൾ ഹോമോസെക്ഷുവാലിറ്റി ഉണ്ട്. ഈ ഹോമോസെക്ഷുവാലിറ്റി ഉള്ളത് പല സമയത്തും അവര് പുറത്ത് പറയാണ്ടാണ് പല സമയത്തും കല്യാണം കഴിക്കുന്നത്. അപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ കഴിയുമ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങൾ പുറത്തു വരിക. അപ്പൊ പല സമയത്തും അത് പെൺകുട്ടിയുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അത് കുറ്റപ്പെടുത്തുകയും എല്ലാവരും കൂടി ചേർന്ന് കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അത് വളരെയധികം പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് ഞാൻ പേഴ്സണൽ ആയിട്ടുള്ള കേസസ് കണ്ടിട്ടുണ്ട്. ഈ OCD മൂലവും അതുപോലെ തന്നെ ഈ ഹോമോസെക്ഷുവാലിറ്റി മൂലവും ഡിവോഴ്സ് ആയിട്ടുള്ള കേസസ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പോൾ ഇത് വളരെയധികം ഇത് നമുക്ക് ഒരിക്കലും ഈ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. പ്രീ മാരിറ്റൽ കൗൺസിലിംഗിൽ ഒരു ഉപദേശം കൊടുക്കുന്നു, അഡ്വൈസ് കൊടുക്കുന്നു അല്ലാതെ ഇങ്ങനത്തെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, ഇങ്ങനത്തെ ബിഹേവിയറൽ പ്രോബ്ലംസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. വേറൊരു പ്രശ്നമാണ് ആങ്കർ പ്രോബ്ലം. പല ആളുകളും കണ്ടു കഴിഞ്ഞാൽ അവർ വളരെ സ്വീറ്റാണ്, അവരുടെ സംസാരവും അവരുടെ രീതിയും അവരുടെ പെരുമാറ്റവും ഒക്കെ വളരെ സ്വീറ്റാണ്. പക്ഷെ ഇവർക്ക് ആങ്കർ കൺട്രോൾ ഉണ്ടാവില്ല, ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റില്ല. ചെറിയൊരു കാര്യം വരുമ്പോഴത്തേക്ക് അവർ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമുള്ളവരുണ്ട്. ഈ ആങ്കർ പ്രോബ്ലം ഉള്ളത് ഭയങ്കര പ്രശ്നമാണ് കുടുംബജീവിതത്തില്. പ്രത്യേകിച്ച് രണ്ടുപേർക്കും ആങ്കർ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ പിരിയും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ പല രീതിയിലുള്ള ചില ബർത്ത് ഡിഫക്ട്സ് ഉണ്ട്. ഇപ്പൊ എല്ലാ ബർത്ത് ഡിഫക്ട്സും പ്രോബ്ലം ഉള്ള സംഗതിയൊന്നുമില്ല. ഉദാഹരണമായിട്ട് ASD, VSD, PDA ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കോമൺ ആയിട്ട് കാണുന്ന ബർത്ത് ഡിഫക്ട്സ് പല സമയത്ത് അതെ ഇതൊക്കെ വളരെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യൂറാണ്. അതായത് അവർ പിന്നെ ഒരു ASD ഉള്ള ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഈ PDA ഉള്ള ഒരു പേഷ്യന്റ്, ചെറിയ ഹാർട്ട് ഡിഫക്ട്സ് ഉള്ള പേഷ്യൻസ് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ പേഷ്യന്റ് അല്ല. അവർ പിന്നെ ഞങ്ങളിത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഒരു 12-10 വയസ്സുള്ള ഒരു കുട്ടിയുടെ അടുത്താണെങ്കിൽ പറഞ്ഞത് ഇനി നിങ്ങൾ ഈ ഒരു കാര്യത്തിന് ആശുപത്രിയിലേക്ക് വരികയേ വേണ്ട. അപ്പൊ അവർ ദേ ആർ നോ ലോങ്ങർ പേഷ്യൻസ് അല്ല. അവർ പണ്ടൊരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു, പക്ഷെ കറക്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ബർത്ത് ഡിഫക്ട്സും 100% ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില ബർത്ത് ഡിഫക്ട്സിന് കുറച്ച് റെസിഡ്യൂവൽ പ്രോബ്ലംസ് കാണാം, അങ്ങനത്തെ ചില ചെറിയ ഇഷ്യൂസ് ഒക്കെ വരാം.
ഒരിക്കൽ ഒരു ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ ഒരിക്കല് ഇങ്ങനെ അവര് തമ്മില് ഇഷ്ടത്തിലായിരുന്നു, വീട്ടിലെ ആലോചനയൊക്കെ വന്നു. പക്ഷെ അപ്പോഴാണ് അറിയുന്നത് ഈ പെൺകുട്ടിക്ക് എന്തോ ചെറിയൊരു ഹാർട്ടിന്റെ ഡിഫക്റ്റ് ഉണ്ടായിരുന്നു, ചെറിയൊരു സർജറി ചെയ്തു എന്നുള്ള കാര്യം പിന്നെയാണ് പൊങ്ങി വരുന്നത്. അതോടുകൂടി ഈ പയ്യന്റെ വീട്ടുകാർ ഭയങ്കര എതിർപ്പായി. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ ഒരിക്കൽ വന്നു. അപ്പൊ ഇതെല്ലാം ഈ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മനസ്സിലായി ഈ കുട്ടിക്ക് ഒരു ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഡിഫക്റ്റ് കംപ്ലീറ്റ്ലി കറക്റ്റഡ് ആയി, യാതൊരു റെസിഡ്യൂൽ ഡിഫക്റ്റും ഇല്ല. അതായത് ഷീ ക്യാൻ ഹാവ് നോർമൽ ആയിട്ടുള്ള മാരീഡ് ലൈഫും എല്ലാം പോകുന്നതിന് യാതൊരു പ്രശ്നമില്ല. അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഈ കുട്ടി ഞങ്ങളുടെ ഒപ്പിയുടെ മുമ്പിൽ ഭാഗത്തിരുന്ന കുട്ടിക്കാരൻ, കാരണം അവർക്ക് അത്രയ്ക്കും ഒരു ഇമോഷണൽ ടെൻഷനിലായിരുന്നു അവിടെ. ഇന്നിപ്പോ അവർക്ക് 2 കുട്ടികളുണ്ട്, സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ വേറൊരു എക്സാമ്പിൾ ഉള്ളത്, എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അവർക്ക് സ്പേം കൗണ്ട് ചെക്ക് ചെയ്തു പുള്ളി ഒരിക്കല്. അപ്പൊ ഇതൊരു ഞാൻ അറിയുന്നത് ഒരു 5 വർഷം മുമ്പാണ്. സ്പേം കൗണ്ട് ചെക്ക് ചെയ്തത് കൗണ്ട് ഇല്ലായിരുന്നു. അപ്പൊ അത് കൗണ്ട് തീരെ 0 ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അതിനുള്ള കുട്ടികളുടെ ഒരു ചാൻസ് കുറവാണ്. അപ്പോ ഈ ഒരു കാര്യം പുള്ളി മനസ്സിലാക്കിയപ്പോഴാണ് പുള്ളി അത് ഇതേപോലെ തന്നെ ഒരു ഡിഫക്റ്റ് ഉള്ള ഒരു കുട്ടിയെ ആണ് കല്യാണം കഴിച്ചത്. അതായത് ഇവര് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് 100% അറിയായിരുന്നു, അതായത് ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ചാൻസ് വളരെ കുറവാണെന്നും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ അഡോപ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യങ്ങൾ വളരെ ഡിസൈഡ് ചെയ്തുകൊണ്ടാണ് അവർ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത്. അപ്പോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇവർ അറിയാതെയാണ് പോയിരുന്നെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാലും കുറെ നാളുകൾ പോകും. പിന്നെ നാട് നീളെയുള്ള ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളും ആശുപത്രികളും എല്ലാം കയറി ഇറങ്ങും. അവസാനം അത് കൂടുതൽ ടെൻഷനിലേക്ക് എത്തിച്ചേരുന്ന ഒരു സിറ്റുവേഷൻ വരും. ഒരുപാട് പ്രശ്നങ്ങൾ മുൻകൂട്ടി അറിയുവാണെങ്കിൽ നമുക്ക് അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. അപ്പം ഇതിന് റിലേറ്റഡ് ആയിട്ട് സാർ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തൊക്കെയായിരിക്കും ഈ പ്രീ മാരിറ്റൽ ഹെൽത്ത് ചെക്കപ്പ് കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? ചെക്ക് ചെയ്യേണ്ട ഒന്ന്, ഒരു ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ അങ്ങനെയുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ കേട്ടിട്ടുണ്ടോ ബ്ലഡ് ഗ്രൂപ്പിന്റെ RH പ്രോബ്ലം, അതായത് ബോയ് ഹസ്ബൻഡ് RH പോസിറ്റീവും വൈഫ് RH നെഗറ്റീവും ആണെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ രണ്ടാമത് വരുന്ന കുട്ടിക്ക് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമുക്കത് മുൻകൂട്ടി പ്രിക്കോഷൻസ് എടുത്തത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് മുൻകൂട്ടി അറിഞ്ഞിരിക്കണം അതിനെക്കുറിച്ച്. ഇത് അറിയാതെ പോകുമ്പോഴാണ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈവൻ ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യണം. ചില ഡയബറ്റിക്, പണ്ട് കാലത്ത് നമ്മൾ ഡയബറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും മോനും കൂടെ ഒപിയിലേക്ക് കയറി വരുമ്പോൾ അച്ഛനായിരിക്കും ഡയബറ്റിക് പേഷ്യന്റ് എന്നുള്ള ഉറപ്പായിരുന്നു. പക്ഷെ ഇന്നത് ഉറപ്പൊന്നുമില്ല. ഇന്ന് 30 വയസ്സുള്ള മോനും ഡയബറ്റിക് ആയിരിക്കും, അച്ഛന് കുഴപ്പമില്ലാത്ത സിറ്റുവേഷൻസ് പലതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ ചെറിയ 20 വയസ്സിൽ 25 വയസ്സിൽ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. വെരി ഹൈ കൊളസ്ട്രോൾ. അപ്പൊ നമുക്കറിയാം 900 മുകളിൽ കൊളസ്ട്രോൾ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇവരൊക്കെ ഒരു 10 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും ഒരു ഹാർട്ട് പേഷ്യൻസ് ആയിട്ട് മാറും. ചിലർ ഭയങ്കര ഒട്ടും എക്സസൈസ് ഇല്ലാതെ ഇനാക്ടിവിറ്റി ഉള്ളവരുണ്ട്. അപ്പൊ ഇവരൊക്കെ നമുക്ക് പൊട്ടൻഷ്യലി അറിയാൻ പറ്റും. ഇന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഇന്ന് ഒരുപാട് നമുക്ക് പാരാമീറ്റേഴ്സ് കിട്ടിയാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇവര് ഒരു 10 വർഷം കഴിയുമ്പോൾ 15 വർഷം കഴിയുമ്പോഴത്തേക്കും ഇന്ന പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ യൂറിക് ആസിഡ് കൂടുതലാണെങ്കിൽ നാളെ ഒരു കിഡ്നി സ്റ്റോൺ ആവാനും ഉള്ള സാധ്യതയുണ്ടെന്നുള്ളത് ഇന്നേ നമുക്ക് അറിയാൻ പറ്റും എന്ന് ഉള്ള പോലെ. ഇതിനേക്കാൾ കൂടുതൽ ഒരു സൈക്കോളജിസ്റ്റ് അനാലിസിസ് വളരെ ആവശ്യമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഇന്ന് നമ്മളുണ്ടാകുന്ന ഈ തെറ്റിദ്ധാരണകൾ, കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇത് വളരെയധികം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. എനിക്ക് ഒരു 5-6 വർഷങ്ങൾക്ക് മുൻപ് ഇത് തോന്നിയിട്ടുള്ളതാണ്. ഞാനിത് പല ലാബറട്ടറീസുകാരോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്കൊരു പ്രീ മാരിറ്റൽ ഹെൽത്ത് ചെക്കപ്പ് പോലെ ഒരു കാര്യം ചെയ്യാം. ആശുപത്രികളോട് സംസാരിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റൽസ്, ഒന്നിൽ കൂടുതൽ ഹോസ്പിറ്റൽസിനോട് ഞാൻ ഈ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻപോട്ട് പോകുന്നത് ശരിയാണോ എന്നുള്ള ഒരു മടി പലരും കാണിച്ചിട്ടുണ്ട്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്, നമുക്ക് അങ്ങനത്തെ ഒരു സയന്റിഫിക് റെക്കമെൻഡേഷൻ ഒന്നുമില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്താൽ ഒഴിവായി കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. സർ, ഈ പ്രീ മാരിറ്റൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് ഈ ലൈഫ് സ്റ്റൈൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ്? സാർ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചെങ്കിൽ വേറെ എന്തൊക്കെ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് അവർക്ക് നേരത്തെ ലൈഫിൽ ചെയ്യാൻ പറ്റും? ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് ഒരു PCOD ബിഗിനിങ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ PCOD ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് വെയിറ്റ് റിഡക്ഷൻ എക്സസൈസ് ആണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടല്ല നമ്മൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിതൊക്കെ ഇത് PCOD ഉണ്ടെന്ന് നമ്മളൊരു 16 വയസ്സിലോ അല്ലെങ്കിൽ 18 വയസ്സിലോ അറിയാൻ പറ്റുകയാണെങ്കിൽ അന്ന് പോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് പുറത്തു ചാടാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ നമ്മളിത് അറിയേണ്ടത് ഇത് ഒരുപാട് അഡ്വാൻസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഏത് കാര്യങ്ങളും നമ്മൾ നേരത്തെ അറിയുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് ഉണ്ടാകും. ഇപ്പൊ ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു ഇൻഫെർട്ടിലിറ്റി തന്നെ വളരെ കോമൺ ആണ്. ഒരു 30% ഉണ്ടെന്നാ പറയുന്നത് സിറ്റീസിനകത്ത്.
അതുപോലെ തന്നെ 15% ഇൻ വില്ലേജസ്, അങ്ങനെ അത്രയ്ക്കും കോമൺ ആയിട്ടുള്ള സംഗതി. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. അപ്പൊ ഈ ദാമ്പത്യത്തിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ പൊരുത്തക്കേടുകളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ മുൻകൂട്ടി ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് ഉണ്ടെങ്കിൽ അനാലിസിസ് ചെയ്യാൻ നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. അതുപോലെ തന്നെ സാർ ഈ ജനറ്റിക് ഡിസോർഡർ, ഹെറിഡിറ്ററി ഒക്കെ ഒരുപാട് പേരില് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഉണ്ട്. അപ്പം എന്തൊക്കെ തരത്തിലുള്ള ജനറ്റിക്സ് ഡിസോർഡർ ആയിരിക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഹാർട്ടിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഹാർട്ട് അല്ലാതെ തന്നെ വേറെ എന്തെങ്കിലും ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതായിട്ട് ഒരുപാട് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ ഒരു നല്ല ശതമാനം ജനറ്റിക് ഡിസോർഡേഴ്സും വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കുന്നതല്ല. ചില ജനറ്റിക് ഡിസോർഡേഴ്സ് നമ്മൾ നേരെ ട്രാൻസ്മിറ്റ് ചെയ്ത് താഴേക്ക് അടുത്ത ജനറേഷനിലേക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. ചിലത് വളരെ സ്പൊറാഡിക് ആയിട്ട് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ വല്ലപ്പോഴും ഉണ്ടാകുന്നതായിട്ടുള്ള സംഗതികളുണ്ട്. ചിലത് അല്ലാതെ വരുന്നുണ്ട്. ബ്ലഡിനകത്തുള്ള ഡിഫക്ട്സ്, ഈ തലസീമിയ എന്ന് പറയുന്ന ചില ഡിഫക്റ്റ് ഉണ്ട്. അപ്പൊ അത് ചിലത് പ്രോബ്ലം ഉള്ള ഡിഫക്റ്റ് ഉണ്ട്, ചിലത് പ്രോബ്ലം ഇല്ലാത്ത ഡിഫക്റ്റ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു സിനിമാതാരത്തിനുണ്ട് തലസീമിയ. അപ്പൊ അദ്ദേഹത്തിന് 80 വയസ്സിൽ കൂടുതൽ പ്രായമാണ്. ഞാൻ പേര് പറയണില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അത്രയ്ക്കും ഡിഫക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ആൾക്ക് നോർമലായിട്ട് ജീവിക്കാൻ സാധിക്കില്ല എന്നില്ല. പക്ഷെ അത് എന്താണ് എന്ന് അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചില സംഗതികൾ ഫാമിലിയിലുള്ള ചില ഡിഫക്ട്സ് ചിലപ്പോൾ ഒരു 10, 30, 35 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും അത് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത് പുറത്തേക്ക്. അത് വരുത്തേക്ക് അത് ഉണ്ടാവണമെന്നില്ല. പേരൻസ് രണ്ടുപേരും ഡയബറ്റിക് ആണെങ്കിൽ അടുത്ത ജനറേഷൻ ഡയബറ്റിക് ആവാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. പക്ഷേ ഡയബറ്റിക് ആവണമെന്ന് നിർബന്ധമില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റും എക്സസൈസും ഉണ്ടെങ്കിൽ നമ്മുടെ ജീൻസിനകത്ത് വരുന്ന അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് വരുന്ന സംഗതികൾ ഒരുപാട് നമുക്ക് സംഗതികൾ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പൊ അടുത്ത ജനറേഷന് കിട്ടണമെന്ന് നിർബന്ധമില്ല, സാധ്യത ഉണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ സാർ, അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് തോന്നിയോണ്ട് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പം ഒരു ഫാമിലിയിലുള്ള രണ്ടുപേര് തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നുണ്ട്, ഒരു ചെറുക്കനും പറയുന്നില്ല, പണ്ടെപ്പോഴും കേട്ടതാണ്. അപ്പം അവര് തമ്മിൽ ഇങ്ങനെയുള്ള വിവാഹത്തിൽ വരുമ്പോഴത്തേക്ക് അവരുടെ കുട്ടികൾക്ക് ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ഇത് കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് അങ്ങനെ ഈ കൺസാങ്ക്വിനിറ്റി എന്നാണ് ഈ പറയുന്നത്. അത് ഒരു ബർത്ത് ഡിഫക്ട്സ് കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് ഒരു രണ്ട് ജനറേഷൻ, സെക്കൻഡ് കസിൻസ് എന്ന് പറയുന്ന ജനറേഷൻ വരെ അത് പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇന്നത്തെ കാലത്ത് അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാൻ കൃത്യമായിട്ട്. അതൊരു റീസൺ തന്നെയാണ് കൂടുതൽ ജനറ്റിക് ഡിഫക്ട്സ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഈ പ്രീമാരിറ്റൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് ഈ ഫാമിലി പ്ലാനിങ്ങില് എന്തൊക്കെ തരം ഞാൻ മുൻപ് പറഞ്ഞില്ലേ, അപ്പൊ ഒരു ഡിഫക്റ്റ് രണ്ടുപേർക്കും പ്രോബ്ലംസ് ഉണ്ടെന്ന് വിവാഹത്തിന് മുൻപേ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് അവരുടെ ലൈഫ് വളരെ സ്മൂത്താണ്. ഇന്ന് അവർ 2 കുട്ടികളെ അഡോപ്റ്റ് ചെയ്തു. അവരുടെ സ്വന്തത്തിൽ അകന്ന ബന്ധത്തിൽപ്പെട്ട 2 കുട്ടികളെ അഡോപ്റ്റ് ചെയ്തു. ഇന്നിപ്പോ അത് നടക്കില്ല അങ്ങനെ അഡോപ്ഷൻ. പക്ഷേ അഡോപ്റ്റ് ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഇവർക്ക് ഈ മുൻകൂട്ടിയുള്ള അറിവും പ്ലാനിങ് കൊണ്ട് മാത്രമാണ്. കാരണം ഈ എന്റെ ഒരു സുഹൃത്തിനുണ്ടായ അനുഭവത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഈ പ്രീ മാരിറ്റൽ ആയിട്ടുള്ള ഈ ഒരു പ്ലാനിങ് വളരെയധികം പ്രയോജനം ചെയ്യുന്നുള്ളത്. പിന്നെ പല സമയത്തും ഇത് വിവാഹം കഴിഞ്ഞ ശേഷം ഈ പൊരുത്തക്കേടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് വളരെ ചെറിയ കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെടാത്തതുകൊണ്ട് മാത്രമാണ്. ഉദാഹരണം ഒരു ആങ്കർ പ്രോബ്ലം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ OCD ഉള്ള ഇത്, അവർ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ അല്ലാതെ സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാത്ത പോലുമില്ല അവർക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പൊ പക്ഷെ ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഉദാഹരണമായിട്ട് കരിയർ കൗൺസിലിങ്ങിന് പോകുമ്പോൾ നമ്മുടെ അടുത്ത് ഒരു പരീക്ഷ ഒരു ടെസ്റ്റ് പേപ്പർ എഴുതി കുറെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടാണ് നമ്മൾ ഏത് ഫീൽഡാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്, നമുക്ക് യോജിച്ചത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത്രമാത്രം നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു വണ്ടി മേടിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ 15 പേരോട് ചോദ്യങ്ങൾ ചോദിക്കും, 15 പേരോട് നമ്മൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചെയ്യുന്നതിന് മുമ്പാണ് റിസർച്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പ്രീ മാരിറ്റൽ സംഗതികളിലും ഇങ്ങനെയുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പ് കൗൺസിലിംഗ് പോലെ തന്നെ പ്രധാനമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത് വളരെയധികം കമന്റ്സും തർക്കങ്ങളും വിമർശനങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സജഷൻ ആണെന്ന് അറിയാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു.